POV ഒന്ന് കണ്ടോക്കട്ടെ. ഓക്കെ, ഹലോ. POV എന്റെ സ്ക്രീൻ ഷെയർ ആണ്. ഓക്കെ, ഇതില് സ്റ്റാർട്ടിങ് തൊട്ടിട്ടല്ലേ? സ്റ്റാർട്ടിങ് ബ്ലാക്ക് മാസ്ക് ആണ് മൈക്കി വെള്ള ഇതാണ് മൈക്കി. ഓക്കെ, ഇത് മൈക്കി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് റാംബോ. റാംബോ റാംബോ ബ്രൗൺ. ബ്രൗൺ. അപ്പം റാംബോ വന്നിട്ട് ഇവരുടെ കൂടെ മൈക്കി എല്ലാവരും കൂടെ നടന്നിരുന്ന ഒരാളെ ഇടിച്ചു. ഈ ഒരാളെ ഇടിച്ചു. ഇതാരാന്ന് അറിയത്തില്ല. അപ്പോ അത് അവര് പറഞ്ഞാല് ഇങ്ങനെ ചാറ്റ് എന്താ പറഞ്ഞാല് ആ പെൺകുട്ടീനെ എന്താ താഴെ ഇറക്കാൻ വേണ്ടിട്ട് ഇടിച്ചതാന്നാണ് പറഞ്ഞത്. ഇടിച്ചായിരിക്കാം, പക്ഷെ ഇതിങ്ങനെ വന്നിട്ട് ഇവനെ ഇടിച്ചു. സ്റ്റാർട്ടിങ് തൊട്ടാണ്. ഓക്കെ, ഇത് മൈക്കി അല്ല ഇടിക്കുന്നതും മൈക്കിയുടെ കൂടെ ഉള്ള വേറൊരാളെ, അതായത് മാർലോണാ അല്ലേ, അങ്ങനെ പറയുന്ന ആളാ തിരിച്ചിടിച്ച്. ഇനിയിപ്പോ സംസാരം ഈ മാർലോ അതിലെ ഗ്യാങ്ങിലാണോ? മാർലോൺ ഗ്യാങ് ആണോ? ഇവിടെ റാംബോ ഒന്നും സംസാരിക്കുന്നില്ലേ മൊയിലു? ഇപ്പൊ മൈക്കിയെ സംസാരിക്കുന്ന കേസ് വിട്. അല്ല, ഇവിടെ റാംബോനെ തിരിച്ചടിച്ചായിരുന്നു. അടിച്ച സീന് അത് മറ്റേ പയ്യൻ പോയി അടിച്ചു. ഈ പയ്യൻ എന്തോ പോയി അടിച്ചു. അത് കാണിച്ചില്ല. തിരിച്ചിടിച്ചു. ഇടിച്ചതിന് തിരിച്ചിടിച്ചു. ഇത് കഴിയുമ്പോ ഇങ്ങോട്ടേക്ക് തട്ടിയോട്ടടിച്ചത് ആരാ? അത് വിട്ടേക്ക്. അല്ലേ, ഇങ്ങോട്ടേക്ക് അടിച്ചോണ്ട് തിരിച്ചു തട്ടിയത്, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ബ്രോ ഓടിയപ്പോഴത്തേക്ക് അറിയാതെ കൊണ്ടതാ. ഇതെന്റെ ബാക്കിൽ കയറിയിട്ട് ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, ബ്രോ അറിയാതെ ഇടിച്ചു. അത് കഴിഞ്ഞപ്പോ അവൻ തിരിച്ചിടിച്ചു. ബ്രോ അറിയാതെ ഇടിച്ചെന്ന് അവൻ അങ്ങനെ അറിയണം. വിട്ടേക്ക്. ഞാൻ പറഞ്ഞല്ലോ, അപ്പഴേ പറഞ്ഞല്ലോ ബ്രോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബ്രോ. അത് കഴിഞ്ഞാണ് ബ്രോ പറഞ്ഞത്. വിട്. ഇടിച്ചവൻ അവിടെ സോറി പറഞ്ഞവൻ സോറി ഇപ്പൊ പറഞ്ഞു. സോറി പറഞ്ഞു. അതല്ല, ലൈക്ക് ഇപ്പം മൈക്കിനെ എല്ലാരും ഇങ്ങനെ പറയുന്നോണ്ട് ഞാൻ പറഞ്ഞാണ്. മൈക്കി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. മൈക്കി ഇത് വിടാ, ഇങ്ങനെ പ്രശ്നം ആവണ്ട, മൈക്കാണ് അത് വിട് വിട് പറയുന്നല്ലേ. സോൾവ് ചെയ്യാനായിട്ട് സംസാരിച്ചത്. അപ്പൊ അത് അവൻ കത്തിയിട്ട് വിട്. ബ്രോ അത് കഴിഞ്ഞാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രോ. ഇവിടെ ഒരു മൊയില് കേട്ടായിരുന്നു. ഇവൻ റാംബോ ആദ്യമേ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും ഓഡിയോ വന്നിട്ടില്ല. റാംബോയുടെ മൈക്കിന്ന് പുറത്തോട്ട് സിറ്റിക്ക് അതൊന്നും കേട്ടിട്ടില്ല. എടാ ഒരു മിനിറ്റ് ക്ലോസ് ചെയ്തേ. സമയം എത്രയാണ്? 1:28. ഞാൻ സ്റ്റാർട്ടിങ് എടുത്തറ. റാംബോ പറഞ്ഞു എന്ന് പറയുന്ന പോർഷൻ ഇടിക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് പറയുന്നില്ലേ? അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് കാണിച്ച അവരുടെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ഇവരെ വ്യൂവില് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. മേബി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ജാസി വന്ന് വിളിക്കുന്നുണ്ട്, റാംബോ വന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങണേ. അപ്പൊ അത് ചിലപ്പോ റാംബോന്റെ ഇതില് മൈക്ക് എന്തെങ്കിലും ബഗ്ഗായിരിക്കും. ചിലപ്പോ അവിടെ ഒഴിവാക്കി വിട്ടോ. നിന്റെ അടുത്ത് പിന്നെ അതിനുശേഷം ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അത് പിന്നെ അത് ആരായാലും സംസാരിച്ചേ പോകുള്ളൂ. സംസാരിച്ചു. ഇപ്പം റാംബോ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ അടുത്ത് നീ വിട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. ഇവൻ നോർമലി പറഞ്ഞ ബ്രോ ഇത് വിട്, കേസ് വിടെന്ന് പറഞ്ഞു. പക്ഷെ അതേസമയത്ത് റാംബോ നീ വിട്ടോ സ്ഥലം വിട്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. മനസ്സിലായി? പിന്നെ അത് സംസാരം വന്നപ്പോ
ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ മൈക്ക് ട്രിഗർ ആയി സംസാരിക്കും. നിന്നോ? നിക്കോടാ നിനക്കെന്താ ഇവരെന്തിനാ കൊരക്കുന്നത് ഇപ്പൊ മൈക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അല്ല എന്റെ കൂടെ ഉള്ള ഇതില് കാസ്ട്രോ സീരിയസ്ലി പറയാണ്, വെറുതെ ഇത് ഒരാവശ്യമില്ലാണ്ട് സത്യം പറയല്ല, ഒരു കാര്യമില്ലാണ്ട് എടാ ഇനി അത് കാണണ്ട, ഇനി അത് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇനി അത് എന്തായാലും ഇനിയിപ്പോ അത് സംസാരമായാലും വൾഗറായാലും അത് കാര്യമില്ല. മൈക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവൻ വിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നോക്കി. പക്ഷെ ഇപ്പൊ പിന്നെയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറൊരു കാര്യം കൂടി, മൈക്ക് ഇവിടെ വിടാൻ പറഞ്ഞ കേസില് മൈക്കിനെ ലൈക്ക് ഞാൻ പേഴ്സണലി പറയാണ്, കുറച്ച് അധികം വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് കുറച്ച് നല്ല bad ആയിട്ട് ബാഡ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് വെറുതെ അത് ഭയങ്കര ശോകമാണ്. സീരിയസ്ലി ഞാൻ പറയാം, ഭയങ്കര ശോകമാണ്. ഒരാളുടെ ഇതിലിങ്ങനെ ലൈവ് ഇട്ടിട്ട് കയറുന്ന വിളിക്കുന്നത് രസമാണ്.